110 സീറ്റ് നേടുമെന്നാണ് LDFിൻ്റെ അവകാശവാദം. 100-ലേറെ സീറ്റ് നേടി കേരളത്തിൽ ഭരണം പിടിക്കുമെന്നാണ് സതീശൻ പറയുന്നത്. ഇപ്പോൾ നിലവിൽ 99 ആയിരുന്നു, ഇപ്പോൾ 97, 98 LDFിന്. അത് 110 12 സീറ്റ് മതി. 41 സീറ്റുള്ള UDFിന് 100-ലേറെ കയറണമെങ്കിൽ 60 സീറ്റ് വേണം. അപ്പോൾ ഏതാണ് എളുപ്പം? എളുപ്പത്തിലുള്ള കാര്യങ്ങളാണ് പെട്ടെന്ന് നടക്കുക. അപ്പോൾ ജനങ്ങളും അത് ചിന്തിച്ച് നോക്കുന്നത് നന്നായിരിക്കും. 98-ൽ നിന്ന് 12 കൂട്ടി 110 ആക്കണോ, അതോ 41-നെ 60 കൂട്ടി 100-ന് മുകളിലെത്തിക്കണം? LDFിന് അതേ അവകാശവാദം UDFിനുണ്ടെങ്കിൽ 70 സീറ്റ് കൂടെ, കേവല ഭൂരിപക്ഷത്തിന് വേണ്ടുന്ന 70 സീറ്റ് കൂടെ അധികമായി കിട്ടിയാൽ മാത്രമേ കേരളത്തിൽ ഭരണം പിടിക്കാൻ പറ്റൂ. അപ്പോൾ ഏത് നടക്കാനാണ് എളുപ്പം? ഏതാണ് നടക്കുക? നുണക്കൊട്ടാരങ്ങളെല്ലാം പൊളിഞ്ഞു വീഴുകയാണ്. നുണ കൊണ്ടുണ്ടാക്കിയ സകല പരിപാടിയും പൊളിഞ്ഞ് തകർന്ന് വീണ് ഇരിക്കുകയാണ്. വാ തുറന്ന് നുണയേ പറയുന്നുള്ളൂ. വയനാട് ദുരന്തത്തിൽപ്പെട്ട സാധാരണക്കാരായ ആൾക്കാരെ പോലും ചവിട്ടി മെതിച്ചുകൊണ്ട്, അവരുടെ ശവശരീരത്തിന് മുകളിൽ നിന്നുകൊണ്ട്, അവിടെ ആഡംബര ഹോട്ടലിൽ താമസിച്ചുകൊണ്ട് അവർക്ക് വേണ്ടിയുള്ള ഒരു കരുതലുമില്ലാതെ പച്ച നുണ തട്ടിപിടിയാണ്. അവർക്ക് വേണ്ടി 300 വീട് UDF കൊടുത്തു കഴിഞ്ഞു. അതൊക്കെ ജനങ്ങൾ വിലയിരുത്തും. ശബരിമല കൊള്ള അന്വേഷണം ദ്രുതഗതിയിൽ നടക്കുകയാണ്. അനാവശ്യമായി സതീശൻ പറഞ്ഞ ഡയലോഗുകൾക്കെതിരെ ഹൈക്കോടതിയുടെ ഭാഗത്ത് പരാമർശം ഉണ്ടായിട്ടുണ്ട്. മിണ്ടിപ്പോകരുതെന്നാണ് അന്വേഷണത്തെ വഴിതെറ്റിക്കാൻ വേണ്ടി SIT അന്വേഷണത്തിൽ തൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഹൈക്കോടതി. അപ്പോൾ അവിടെയും ക്ലച്ച് പിടിക്കുന്ന ലക്ഷണമില്ല. പിന്നെ പറയാനൊന്നുമില്ല. എന്തിനാണ് UDFിനെ ജയിപ്പിക്കേണ്ടത്? വീണ്ടും പവർ കട്ട് തിരിച്ചു കൊണ്ടുവരാണ്. ഓണം നേരത്തെ എത്തിയതുകൊണ്ട് പുസ്തകം അച്ചടിക്കാൻ വൈകിപ്പോയി എന്ന് പറയുന്ന കാര്യം ഉണ്ടാകാറ്. റേഷൻ കടകൾ അരിയില്ലാതാക്കാനോ, പവർ കട്ടും ലോഡ് ഷെഡിങ്ങും തിരിച്ചു കൊണ്ടുവരാനോ? എന്തിനാണ് UDFിനെ തിരിച്ചു കൊണ്ടുവരേണ്ടത്? അഴിമതി നടത്താനോ? കള്ളപ്പണം കൊടുക്കാനോ? 50,000 രൂപ 60,000 രൂപയ്ക്ക് ലഭിക്കുന്ന 1 സെൻറ്റ് ഭൂമി 2 ലക്ഷത്തിന് 3 ലക്ഷത്തിന് കള്ളപ്പണം ഒഴുക്കി ഭൂമാഫിയകൾക്കും റിയൽ എസ്റ്റേറ്റ് മാഫിയകൾക്കും ഇവിടെ അഴിഞ്ഞാട്ടം നടത്താനോ? സാധാരണക്കാരന് വീട് വെക്കാൻ 1 സെൻറ്റ് സ്ഥലം കിട്ടാതിരിക്കാൻ വേണ്ടിയാണോ? എന്തിനാണ് UDFിനെ തിരിച്ചു കൊണ്ടുവരേണ്ടത്? മയക്കുമരുന്ന് മദ്യ മാഫിയകൾക്കൂടെ അരാജകത്ത് നടത്താനോ? നാട്ടിൽ കലാപം ഉണ്ടാക്കാനോ? എന്തിനാണ് കൊണ്ടുവരേണ്ടത്? ഇവിടെ മതവർഗീയവാദികൾക്കും വർഗീയ ശക്തികൾക്കും ഇവിടെ അഴിഞ്ഞാട്ടം നടത്താൻ വേണ്ടിയിട്ടാണ്. എന്തിനാണ് UDF തിരിച്ചു വരേണ്ടത്? ജനങ്ങൾക്ക് ഇതുപോലെ ക്ഷേമം നടത്തി നാടിന് ഇതുപോലെ വികസനം കൊണ്ടുവന്ന വേറൊരു സർക്കാരുണ്ടോ, ഗവൺമെൻറ് ഉണ്ടോ? പിന്നെ എന്തിനാണ് UDF തിരിച്ചു വരണം? UDFിൻ്റെ ആവശ്യമില്ല, LDF തന്നെ മതി. അപ്പോൾ അതുകൊണ്ട് 97 110 എത്താൻ 12 സീറ്റ് മതി. ജനങ്ങൾക്ക് എളുപ്പം അതാണ്, ജനങ്ങൾക്ക് സുഖം അതാണ്, ജനങ്ങൾക്ക് സമാധാനവും സന്തോഷം നൽകുന്ന കാര്യം അത് തന്നെയാണ്. അതിലേക്ക് എത്രയും പെട്ടെന്ന് ജനങ്ങൾ എത്തിച്ചേരും. അതുകൊണ്ട് UDF ഉണ്ടാക്കിയ മനപ്പായസ കണക്കൂട്ടലൊക്കെ തെറ്റും. അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ തയ്പ്പിച്ച് വെച്ചിരിക്കുന്ന മന്ത്രി കസേരകളും MLA കസേരകളും മുഖ്യമന്ത്രി കസേരകളും കുപ്പായങ്ങളും മാറ്റിവെക്കുക. LDF തുടരും, പിണറായി തുടരും 3-0.